ഊ ദേവി ത്രിശൂലിനി അമ്മേ സുമുഖി സുഭാഷിണി അത്തലൊഴിക്കുക നീ എന്നും ആറ്റുകാലിലെ ജഗദംബേ. മധുര നഗരം കത്തിയെരിഞ്ഞു. ഒടുവിൽ മധുര മീനാക്ഷി ദേവി പ്രത്യക്ഷപ്പെട്ട് അഭ്യർത്ഥിച്ചപ്പോഴാണ് കണ്ണകി ശാന്തയായത്. മധുരയിൽ നിന്ന് യാത്രയായ കണ്ണകി യാത്രാമധ്യേ ഒരു മനോഹരമായ നദിക്കരയിൽ അവൾ എത്തിച്ചേർന്നു. അവിടെ സന്ധ്യാവന്ദനം ചെയ്യുകയായിരുന്ന ഒരു പ്രായമായ കാരണവർക്ക് മുന്നിൽ ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങുന്നേ എന്നെ ഒന്ന് അക്കരെ എത്തിക്കാമോ എന്ന് അവൾ ചോദിച്ചു. വൃദ്ധൻ ആ പെൺകുട്ടിയെ നദി കടക്കാൻ സഹായിച്ചു. അവളുടെ മുഖത്തെ ചൈതന്യം കണ്ട് അവൾ സാധാരണ ഒരു പെൺകുട്ടിയല്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തുടർന്ന് ഭക്തിയോടെ അദ്ദേഹം അവളെ തന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിനായി ക്ഷണിച്ചു. എന്നാൽ വീട്ടിലെത്തി ഭക്ഷണവുമായി വരുമ്പോഴേക്കും ആ പെൺകുട്ടി അവിടെ നിന്നും അപ്രത്യക്ഷയായിരുന്നു. അന്ന് രാത്രി അദ്ദേഹത്തിന് ഒരു സ്വപ്ന ദർശനമുണ്ടായി. സ്വപ്നത്തിൽ വന്നത് സാക്ഷാൽ ആദിപരാശക്തിയായിരുന്നു. അടുത്തുള്ള കാവിൽ തന്റെ തൃശൂലം കൊണ്ട് 3 വരകൾ അടയാളപ്പെടുത്തിയ സ്ഥലത്ത് തനിക്കായി ഒരു വാസസ്ഥലം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടു. പിറ്റേന്ന് രാവിലെ അദ്ദേഹം അവിടെ പോയി നോക്കിയപ്പോൾ 3 അടയാളങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടു. തന്റെ മുന്നിൽ വന്നത് സാക്ഷാൽ ശക്തി ദേവിയാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം അവിടെ ഒരു ക്ഷേത്രം പണിതു. ആ ക്ഷേത്രമായിരുന്നു പ്രശസ്തമായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. അനീതിക്കെതിരെ ജ്വലിച്ച ആ വിപ്ലവ നായിക തന്റെ കനൽ വഴികൾ താണ്ടി ആറ്റുകാലിലെത്തിയത് ഒരു കുഞ്ഞു ബാലികയായാണ്. അന്ന് ആ പെൺകുട്ടിക്ക് നൽകിയ സ്നേഹവിരുന്നിന്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ ആറ്റുകാൽ പൊങ്കാലയും. ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഓരോ വർഷവും ആറ്റുകാലമ്മയ്ക്ക് നിവേദ്യമൊരുക്കാൻ ഒത്തുചേരുന്നത്. നഗരവീഥികളെല്ലാം യാഗശാലയായി മാറുന്ന ആ കാഴ്ച ഭക്തിയുടെയും ഒത്തൊരുമയുടെയും ഉദാത്തമായ അടയാളമാണ്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഒഴുകിയെത്തുന്ന ഈ ഭക്തസാഗരം സ്ത്രീ മനസ്സുകളുടെ കരുത്തും വിശ്വാസവുമാണ് വിളിച്ചോതുന്നത്. അനീതിക്കെതിരെ ജ്വലിച്ച കണ്ണകി അവിടെ തന്റെ മക്കൾക്കായി അനുഗ്രഹം ചൊരിയുന്ന കാരുണ്യ കടലായ ആറ്റുകാലമ്മയായി വാഴുന്നു. വെയിലത്ത് നിന്ന് പൊങ്കാലയിടുന്നത് എന്തിനാണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. ഈ പൊങ്കാലയുടെ പിന്നിലെ സത്യം ഒന്ന് പറഞ്ഞു തരുമോ? ആ മാതാവ് സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് കലം അടുപ്പത്ത് വെച്ചു. ജലം ചൂടായി തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു തുടങ്ങി, പുത്രി, ഇതിനു പിന്നിൽ വലിയൊരു സ്നേഹത്തിന്റെ കഥയുണ്ട്. നീതിക്ക് വേണ്ടി പോരാടിയ കണ്ണകി മധുര ദഹിപ്പിച്ച ശേഷം ആറ്റുകാലിലെത്തിയപ്പോൾ അവിടെയുള്ള സ്ത്രീകൾ ദേവിയെ സ്നേഹത്തോടെ സ്വീകരിച്ചു. എന്നാൽ അവർക്ക് ദേവിക്ക് നൽകാൻ വലിയ ഭക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കയ്യിലുണ്ടായിരുന്ന അരിയും ശർക്കരയും ചേർത്ത് അവർ പായസം ഉണ്ടാക്കി നൽകി. ആ സ്നേഹത്തിന്റെ ഓർമ്മ പുതുക്കലാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പൊങ്കാലയും. തുടർന്ന് ആ മാതാവ് യുവതിയോട് പറഞ്ഞു, ഇപ്പോൾ അരി കലത്തിലേക്കിടൂ. ഭക്തിയോടെ യുവതി അരി കഴുകിയിട്ടു. പുത്രി, ഈ പൊങ്കാല വെറും ഒരു പായസമല്ല. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, നമ്മുടെ ഉള്ളിലെ അഹങ്കാരമാകുന്ന അരി വേവിച്ച് ഭക്തിയാകുന്ന ശർക്കര ചേർത്ത് സമർപ്പിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദമാണ് യഥാർത്ഥ നൈവേദ്യം. ശർക്കരയും നാളികേരവും നെയ്യും ചേർന്നു മധുരഗന്ധം പരന്നു. ഈ വെയിലത്ത് നിൽക്കുന്നത് കഷ്ടമാണെന്ന് തോന്നാം. പക്ഷേ പാർവതി ദേവി മഹാദേവനെ ലഭിക്കാൻ സൂര്യതാപമേറ്റ് ചെയ്ത തപസ്സിനോട് തുല്യമാണ് ഈ വ്രതനിൽപ്പ്. ശരീരം വിയർക്കുമ്പോൾ വിഷാംശങ്ങൾ പുറന്തള്ളപ്പെടും, മനസ്സും ശുദ്ധമാകും. അതുകൊണ്ട് ഇത് സമർപ്പണവും ശുദ്ധീകരണവും തന്നെയാണ്. പൊങ്കാല വെന്തു പാകമായി. ശർക്കരയുടെ മധുരവും നെയ്യുടെ സുഗന്ധവും ആ വായുവിൽ അലിഞ്ഞു ചേർന്നു. ഉച്ചകഴിഞ്ഞ് 3:10 മുതൽ രാത്രി 7 മണിവരെ ക്ഷേത്രനട അടയ്ക്കുന്നു.